ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ റാക്ക് കൊണ്ട് ഇതുപോലൊരു ഷൂ റാക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്നതും പിന്നെ പച്ചക്കറി കടയിലൊക്കെ ഈ തക്കാളീൻ്റെയൊക്കെ പെട്ടിക്ക് ഇപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലാണ് വരുന്നത്. അപ്പോൾ ഇത് അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് ഒരു സ്ക്രാപ്പിൽ നിന്നാണ് കിട്ടിയത്. അവർ ബൾക്കായിട്ട് ഒഴിവാക്കുന്നിടത്തു നിന്ന് ഞാൻ 10 എണ്ണത്തിന് 150 രൂപ കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നിന് 15 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പല യൂസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ എടുത്താണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഒരു ഷൂ റാക്കിന് വേണ്ടി നമ്മൾ ആദ്യം എത്ര എണ്ണമാണ് നമുക്ക് തട്ട് വേണ്ടത്, ഒരു 5 തട്ടാണെങ്കിൽ നമ്മൾ 5 ഇതിൻ്റെ കൊട്ടയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ നമുക്കിങ്ങനെ തട്ടാക്കി വെച്ച് അതിൻ്റെ ബാക്ക് പോർഷനൊക്കെ അത് ഇരുന്നോട്ടെ, ഈ ഗ്രില്ല് അവിടെ ഇരുന്നോട്ടെ. ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയണം. എന്നുവെച്ചാൽ ആ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഷൂസ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ആ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ആദ്യം ഒരു ഐഡിയ വേണമല്ലോ നമ്മൾ ഏത് പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷനായി പോയി കട്ട് ചെയ്ത് പോയിപ്പോലെ. അതിന് നടുക്കത്തെ ഭാഗം നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ അറിയാണ്ട് അത് കട്ട് ചെയ്ത് പോയരുത്, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ആണ് അത്. ആ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ തട്ടും തമ്മിൽ ഒരു ഇതുണ്ട്, അതിനൊരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൻ്റെ ഉള്ളിലാണ് മറ്റേ തട്ടിൻ്റെ മേളിൽ വരുന്ന ഈ ഒരു പോർഷൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ. അപ്പോൾ ഇതിന് തമ്മിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അത് കുറച്ച് എക്സ്റ്റേണലിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നൊരു ഭാഗമാണ്. ആ ഭാഗത്തുകൂടെ നമ്മൾ ഈ കാണിക്കുന്ന പോലെ ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചല്ലോ, എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ആണ് നമ്മൾ സ്ക്രൂ ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ആ സ്ക്രൂ താഴേക്ക് ഇതുപോലെ നമ്മൾ താഴേക്ക് ഇറക്കണം. അപ്പോൾ അതിന് അവിടുന്ന് താഴേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ 1 രൂപയാണ് ഈ സ്ക്രൂവിന് വരുന്ന റേറ്റ്. നമ്മൾ സ്ക്രൂവിൻ്റെ ഷോപ്പിലൊക്കെ മേടിച്ചാൽ കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടുന്ന സ്ക്രൂ ആണ്. അതിന് അടിഭാഗം നല്ല ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ആദ്യം കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല ടൈപ്പ് ഷാർപ്പുള്ള സ്ട്രോങ് കത്രികയാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. മനസ്സിലായി? നടുക്കത്തെ പോർഷൻ അവിടെ വയ്ക്കുക. കാരണം കുറച്ച് സ്ട്രെങ്ത് ഇരുന്നോട്ടെ. അവിടെ നടുക്കത്ത് ഒരു സ്ട്രെങ്ത് ഉള്ളൊരു പോർഷൻ ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ 2 ഷൂസാണ് നമുക്ക് ഒരു റാക്കിൽ വയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിനൊരു പാർട്ടീഷനായിട്ട് ഇരുന്നോട്ടെ. അതായത് 2 പെയർ ഷൂസ്. അപ്പോൾ ഒരു പെയർ ഷൂസ് ലെഫ്റ്റിലും ഒരു പെയർ നമുക്ക് റൈറ്റിലും വയ്ക്കാം. അപ്പോൾ ഞാനതൊരു ബ്ലേഡ് കൊണ്ട് കത്രിക കൊണ്ട് ചേർത്ത് കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് സൈഡൊക്കെ നല്ല രീതിയിൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കത് ഇതുപോലെ തട്ടായിട്ട് വെച്ചതിന് ശേഷം നമ്മളിതിനെ സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രൂയിങ് അല്ലെങ്കിൽ ഒട്ടിക്കാം, ഞാനെല്ലാം കാണിക്കാം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം. ഇതുപോലെ നമ്മൾ സ്ക്രൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ സ്ക്രൂ നല്ല ഷാർപ്പായതുകൊണ്ട് നമുക്ക് അവിടെ കട്ട് ചെയ്ത് വെക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ സാധനം നിൽക്കും. നല്ല ഷാർപ്പാണ്. ഈ സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാലും ഇതെങ്ങനെ തന്നെ ഇരിക്കും. നല്ല ഷാർപ്പാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് ഒന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡ്രില്ലുണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തരും. അപ്പോൾ ഞാൻ ഇത് ഡ്രില്ല് കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ മോഡിൽ വെച്ചതിന് ശേഷം ചെയ്തു സിമ്പിളായിട്ടാണ് കയറുന്നത്. ഓക്കെ, ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഫിക്സായി. അതുപോലെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിങ്ങനെ ഇതിൻ്റെ ക്രോസ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ കോർണർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ കോർണറിൽ ഓർമ്മ ചെയ്യാം. അപ്പോൾ ഇവിടെയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇത് ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഷാർപ്പുള്ള സ്ക്രൂ അല്ലേ, ഈ ടൈപ്പ് മേടിച്ചാൽ മതി. എന്നിട്ട് ഇതിനടിയിൽ വരുന്ന രീതിയിൽ ഓൾമോസ്റ്റ് ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇരിക്കുന്ന കേട്ടോ, ഇങ്ങനെ ഇരുന്നോളും. ഒരു ചിരി ചരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ഡ്രില്ല് എടുത്തിട്ട് ഇച്ചിരി ചരിവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് വീണുപോയി. ഒന്ന് പ്രസ് ചെയ്യുക.
ഒന്ന് 2 തവണ എടുത്തപ്പം ജസ്റ്റ് വീണുപോയി. ഇതുപോലെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് സംഭവം കയറിയുണ്ട്. പെട്ടെന്ന് ചെയ്യും പരിപാടി. സ്ക്രൂ ഡ്രൈവർ കൊണ്ടായാലും പറ്റും നമുക്ക്. ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ രണ്ട് തട്ട് ഞാനിപ്പോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേളിലേക്ക് ചെയ്ത് കൊണ്ടുവരികയുണ്ടേ. ഇപ്പോൾ 2 എണ്ണം ചെയ്തു. അപ്പോൾ ഞാൻ ഇനി 3ാമത്തെ തട്ടെടുത്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം താഴെ ഫിക്സ് ആയിട്ടിരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ഒരാളുടെ ഡേറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഈ സ്ക്രൂവിൻ്റെ പരിപാടി ഒഴിവാക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഈ 2 ഗ്രില്ലും ചേർത്തിട്ട് ടൈ അടിച്ച് വെക്കുക. അതായത് ഈ 2 ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അപ്പർ പോർഷനും ഈ പോർഷനും ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇതെടുത്തിട്ട് ഇവിടെ 4 ഭാഗത്തും ടൈ അടിച്ച് കൊടുക്കുക. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ സ്ക്രൂ ആകുമ്പോൾ എനിക്കൊന്ന് കാണില്ല എന്നുള്ള കുറച്ചുകൂടി ഇതുള്ളതുകൊണ്ട് ഞാൻ ടൈ അടിച്ചും കാണിച്ചു. ഏറ്റവും മുകളിലത്തെ പൊസിഷനിൽ ഞാൻ ടൈ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ബട്ട് കേബിൾ ടൈ ഉള്ളവർക്കും ചെയ്യാം. പിന്നെ ഇനി കമ്പി കഷ്ണം ഉള്ളവർക്ക് അത് വെച്ചിട്ട് ഇവിടെ സോൾഡറിങ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് ഇവിടെ ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം. അല്ലെങ്കിൽ പുറത്തിട്ട് കയറിട്ട് കെട്ടിയാലും മതി, ഈ മൊത്തം ഇരിക്കും. പക്ഷേ അത് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു കാണാനൊരു പുറത്തേക്ക് കാണുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പോർഷൻ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഗ്ലൂ ഗൺ ഇട്ട് കഴിഞ്ഞാൽ അത്ര നിൽക്കത്തില്ല, ഹെവി ആയിട്ട് നിൽക്കത്തില്ല. എന്നാലും സ്റ്റിൽ ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഈ പോർഷൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ ഇടാം. അല്ലെങ്കിൽ അരാൾഡൈറ്റ്, ബാർബിൾ ഒട്ടിക്കുന്ന പശയുണ്ട് അരാൾഡൈറ്റ്, അറിയായിരിക്കും. ആ ഗമ്മ് മേടിച്ച് ഇതിൽ ഒട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ പിന്നെ അത് അവിടെ ഫിക്സ് ആയിരിക്കും, നല്ല ടൈറ്റായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ പിന്നെ ഇത്രയും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ കെട്ടി വയ്ക്കാം, കേബിൾ ടൈ ഇട്ടിട്ടും വയ്ക്കാം. ഞാൻ അപ്പർ പോർഷൻ കേബിൾ ടൈ ഇട്ട് കാണിച്ചു തരാം. അരാൾഡൈറ്റിൻ്റെ കയ്യിലില്ല, പിന്നെ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമുണ്ട്. എന്നാലും ഒട്ടിക്കേണ്ട സ്ഥലം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അരാൾഡൈറ്റ് മേടിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് അടിഭാഗം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഈ ഒരു പോർഷൻ ഉണ്ട്, അടിഭാഗത്ത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇവിടെ വരുന്ന ഈ ഒരു കട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ കട്ടിൻ്റെ സൈഡിലൊക്കെ ഗമ്മ് തേക്കുക. ഫെവി കുക്ക് ഇട്ടാലും മതി കേട്ടോ, എളുപ്പം കഴിയും. ഫെവി കുക്ക് ഇട്ടിട്ട് ഈ സൈഡിലും ഇതിന് 4 കോർണറിലും ഫെവി കുക്ക് ഇടുക. അപ്പോൾ തന്നെ അധികം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഊരാൻ പറ്റത്തില്ല, അതാണ് ഫെവി കുക്ക് ഇട്ടാൽ കുഴപ്പം. സ്ക്രൂ ആകുമ്പോൾ നമ്മൾ സ്ക്രൂ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് ഊരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വേർപെടുത്തി എടുക്കാം. ഈ സംഭവം വേർപെടുത്തി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം എല്ലാ സ്ക്രൂ അടിച്ചതിന് ശേഷമുള്ള ലുക്ക് കാണിക്കാം. ഇപ്പം എല്ലാത്തിലും സ്ക്രൂ അടിച്ചിട്ടുണ്ട്. ഇവിടെ 4 ഭാഗത്തും അടിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഇതിലും ഇവിടെ 4 ഭാഗത്ത് അടിച്ചിട്ടുണ്ട് സ്ക്രൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിൽ മേലത്തെ റാക്കിൽ ഷൂസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടലി നമുക്ക് ഒരു 10 ഷൂസ് വെക്കാം. 5 റാക്ക് ഉണ്ടെങ്കിൽ ഒന്നിൽ 2 സെറ്റ് വെച്ചിട്ട് 2 പെയർ വെച്ചിട്ട് 10 ഷൂസ് നമുക്ക് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇത് നമുക്ക് വളരെ ലോ കോസ്റ്റായിട്ട് യൂസ് ആൻഡ് ത്രോ ആയിട്ട് കിട്ടുന്നതാണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.